കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 10ാം സംസ്ഥാന സമ്മേളനം കൊല്ലം ശ്രീ പാലസ് ഓഡിറ്റോറിയത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആരോഗ്യ രംഗത്ത് ഇന്ന് അലോപ്പതി ഉണ്ട് എന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദവും മറ്റ് ഇതര മേഖലകളും മെഡിക്കലുമായി ബന്ധപ്പെടുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ഹോമിയോ കൂടിയാണ്. ഈ 3 മേഖലകളും അവഗണിക്കാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യ പരിപാലന രംഗത്ത് ഉപയോഗപ്രദമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ ഹോമിയോ മാത്രമേ ഉപയോഗിക്കൂ, മറ്റൊരു മാർഗവും സ്വീകരിക്കാത്ത ആൾക്കാർ കേരളത്തിൽ. മറ്റു പഴയ തലമുറയിലെ ആൾക്കാരെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ ആയുർവേദമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നീട് എല്ലാ അസുഖത്തിനും വളരെ പെട്ടെന്ന് ഒരു ശമനം ഉണ്ടാക്കുവാൻ ആൾക്കാർ ഓടിയെത്തുന്നത് ഇംഗ്ലീഷ് മരുന്നുകളിലേക്കാണ്. അപ്പൊ 3 തട്ടായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പലരും പ്രാവർത്തികമാക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലകളിൽ അവർ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവര് പൂർണ്ണ തൃപ്തരായി മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം അഡിക്റ്റായി അവർ മുന്നോട്ട് പോകുന്ന കാണാറുണ്ട്. അങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 3 മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്കറിയാം PHCകളുണ്ട്, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്, അതും അല്ലെങ്കിൽ CHCകളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മോൾ തട്ടിൽ നമ്മൾ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ എല്ലാ ആശുപത്രികളും, ആയുർവേദ ആശുപത്രികൾ മിക്കവാറും ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും. എന്നാൽ അപൂർവം പഞ്ചായത്തുകളിൽ ചിലത് അതില്ല. അതിന് കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അവർക്ക് ആവശ്യമുള്ള സ്ഥല സൗകര്യം ഉൾപ്പെടെ കൊടുക്കാതെ വരുന്നൊരവസ്ഥയിൽ എന്നാലും പഞ്ചായത്തുകൾക്ക് വാടക കെട്ടിടം എടുത്തെങ്കിലും ആയുർവേദ ആശുപത്രികൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നു. ഹോമിയോയും എല്ലാ പഞ്ചായത്തുകളിലും നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും അപൂർവം ഇത്തരത്തിൽ ആയുർവേദം പോലെ തന്നെ അതിനും ചില പഞ്ചായത്തുകൾ അവർക്ക് ആവശ്യമുള്ള സൗകര്യം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്തുകളിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇതിനും 3നും തുല്യ പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോഴും നമ്മുടെ ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ആ മേഖലകളിലൊക്കെ തന്നെ അവർ ഏറ്റവും അടിത്തട്ടിലും താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നോക്കുമ്പോൾ ആശുപത്രികൾ നിരന്തരമായി. അപ്പൊ സാധാരണക്കാർ വളരെ പെട്ടെന്ന് നിലവിൽ ഗവൺമെന്റ് ആശുപത്രികൾ ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുവാൻ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ. ഇന്ന് നമുക്കറിയാം കേരളം ആരോഗ്യ രംഗത്ത് രാജ്യത്തിന് മെച്ചമായ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. പലതുകൊണ്ടും ഒട്ടേറെ അവാർഡുകൾ ഉൾപ്പെടെ നേടിയെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും അടിത്തട്ടിൽ അവരുടെ വീടിന് സമീപമുള്ള ആശുപത്രികളെയാണ് അവർ സമീപിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അവിടെ അത്യാവശ്യം നമുക്കറിയാം പ്രമേഹം ഉൾപ്പെടെയുള്ള പനി ഉൾപ്പെടെയുള്ള സാധാ അസുഖങ്ങൾ വരുമ്പോൾ ഓടി അവർ എത്തുന്നത് അത്തരത്തിലുള്ള ആശുപത്രിയാണ്. പിന്നീട് അവർ മുകളിലോട്ട് പോകുമ്പോൾ താലൂക്ക് ആശുപത്രികൾ എല്ലാ ജില്ലകളിലും. താലൂക്ക് ആശുപത്രികൾ ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രി അതിന് തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടു. മുകളിലോട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആ ആശുപത്രികളുടെയും പ്രവർത്തനമുണ്ട്. നമുക്ക് ഇന്ന് ആയുർവേദം എടുക്കുമ്പോൾ ആയുർവേദത്തിനും മെഡിക്കൽ കോളേജ് ഉണ്ട്, ആയുർവേദത്തിനും ജില്ലാ ആശുപത്രികളുണ്ട്. താഴോട്ട് നമുക്ക് ചില പഞ്ചായത്തുകളിൽ ഇതില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയും വന്ന് കഷായം ഉൾപ്പെടെയുള്ള ആ മരുന്നുകൾ മേടിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ മേടിച്ച് കഴിക്കുവാൻ തയ്യാറായ ഒട്ടേറെ രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഹോമിയോയും ഒട്ടും മോശമല്ലാത്ത നിലയിൽ അവരിപ്പോ ചിലർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കും
എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്ന തരത്തിലേക്ക് ഹോമിയോയെ കൊണ്ടെത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. ഹോമിയോയ്ക്കും ഇന്ന് നമ്മുടെ ആയുർവേദത്തിനെ പോലെ തന്നെ എല്ലാ മേഖലകളിലും ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ മെഡിക്കൽ പോലെ അല്ല ആയുർവേദവും നമ്മുടെ ഹോമിയോ എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും എല്ലാത്തിനും മരുന്നുകൾ ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ അസുഖം മുതൽ വലിയ അസുഖം വരെ വരുമ്പോഴും അതിന് നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യതയോടുകൂടി ചിലപ്പോൾ നമ്മുടെ എന്താണ് സാധാ മെഡിസിനെ പോലെ പെട്ടെന്ന് കയറി പിടിക്കില്ല എന്നുള്ളതാണ്. കുറച്ച് സാവകാശം, നമ്മുടെ അസുഖത്തിന് കുറച്ച് ശമനം, കുറച്ച് താമസിച്ച് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അത് പരിപൂർണമായി സുഖപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ചിലർക്ക് വളരെ പെട്ടെന്നൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ ആശുപത്രികളിൽ പോയി വളരെ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ അവരുടെ അസുഖം മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും അവരുടെ ദേഹത്ത് ആ അസുഖം കിടക്കുകയാണ്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു വരുന്നു, വർധനവിലേക്ക് പോകുന്നത് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിലെ മുതിർന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ആയുർവേദത്തെയാണ്. ഞങ്ങളുടെയൊക്കെ അമ്മയുടെ അച്ഛന്മാരും മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു 90-80 വയസ്സായവർ വീട്ടിൽ തന്നെ ഇരുന്ന് തൈലം ഉൾപ്പെടെ ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് 100 വയസ്സ് വരെ അവർക്ക് നല്ലതുപോലെ ജീവിച്ചിരിക്കുവാൻ, ആരോഗ്യം നിലനിർത്തുവാൻ, നല്ലതുപോലെ സമൂഹത്തിൽ നടന്നു പോകാൻ ഒക്കെ കഴിയുന്ന അത്തരത്തിലുള്ള പഴയ തലമുറയെ നാം ഇന്നും ഓർക്കുകയാണ്. പക്ഷെ ഇന്ന് പുതിയ തലമുറയിലെ ആൾക്കാർ എത്രത്തോളം ഈ മേഖലകളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നാം ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടത്. അങ്ങനെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചില അമ്മാവന്മാരുണ്ടായിരുന്നു ആയുർവേദത്തിലും ഹോമിയയിലും ഒക്കെ. അവരൊക്കെ പറയുന്നത് നമ്മുടെ സാധാ മെഡിസിൻ, ഇംഗ്ലീഷ് മെഡിസിൻ അത് വിഷമാണ് എന്നുള്ളത് പറയുന്ന ആൾക്കാരുണ്ട്. അത് അധികം കഴിക്കരുത്, നമ്മുടെ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുമെന്നൊക്കെയുള്ള പറയുന്ന ഒട്ടേറെ ആശയം പുറത്തു പറയുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാനും പലപ്പോഴും നമുക്കറിയാം, പെട്ടെന്ന് ഒരു കാലിന് വേദനയോ ഒരു ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടാകുമ്പോ നമ്മളുമൊക്കെ ഓടിയിപ്പോ എത്തുന്നത് ഗവൺമെന്റ് ആശുപത്രി, ഇംഗ്ലീഷ് മരുന്നിനല്ല എത്തുന്ന ആയുർവേദത്തിലാണ്. അതുകൊണ്ട് നല്ലതുപോലെ ചികിത്സ നല്ലതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്നും നല്ല ആരോഗ്യപൂർവ്വം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും അതുകൊണ്ട് കഴിയുന്നു. ഞാനൊരു 10-25 വർഷക്കാലം ഉപയോഗിച്ചത് 2 വീലറാണ്. ആ 2 വീലർ കൊണ്ട് ഇവിടെ വേണേലും ഞാൻ പോകുമായിരുന്നു. നല്ല സ്പീഡ് എടുത്ത് പോകാം, അല്ലാതെ പോകാം. പക്ഷെ ഒരു ഘട്ടത്തിൽ എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, ഇനി അധികം 2 വീലർ ഉപയോഗിക്കേണ്ട, ബാക്കില് നമ്മുടെ നട്ടലിന് കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആദ്യം നമുക്കൊരു പേടിയുണ്ടെങ്കിൽ അതെല്ലാം മാറി കൃത്യമായ നിലയിൽ ആയുർവേദത്തിൽ വന്നപ്പോൾ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ മാറി. ഇപ്പൊ ഏത് അവസരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ, വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി ഓടിക്കുവാൻ, നല്ലതുപോലെ ഓടി നടക്കുവാൻ പറ്റാവുന്ന സാഹചര്യങ്ങളെല്ലാം എന്റെ മുന്നിലുണ്ട്. എന്റെ കാലിൽ വളരെ പെട്ടെന്ന് വന്ന് കാറിൽ കയറിയപ്പോ വളരെ സമയം താമസിച്ചൊന്ന് ഓടി കയറിയത്. കാലൊന്ന് തിരിഞ്ഞു, കാലിലിരുന്ന ചെരുപ്പൊന്ന് സ്ലിപ്പായി, കാല് തിരിഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ അതുകൊണ്ട് ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. ഉച്ചയായി ആദ്യത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിൽ നല്ല നീരുണ്ടായി, തറയിൽ വെക്കുവാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ വിളിച്ചത് നമ്മുടെ ജനറൽ മെഡിസിന്റെ ആൾക്കാരെ അല്ല, നമ്മുടെ ഈ ആയുർവേദം തന്നെ വിളിച്ചു. ആയുർവേദ ഡോക്ടർമാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അവർ ഓടി വന്നു. അവർ കാലിൽ ഏതൊക്കെ എണ്ണയോ മറ്റതൊക്കെ ഇട്ടു, കാല് നല്ല ചുറ്റി വരിഞ്ഞ് കെട്ടി. അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്തല ആശുപത്രിയിൽ പോയി. അവര് പറഞ്ഞു, ഒന്ന് ഡോക്ടറെ കൊണ്ട് നോക്കണം, ഒരു എക്സ്റേ എടുക്കണം. അപ്പൊ എക്സ്റേ എടുത്തപ്പോ ഒരു പ്രശ്നവുമില്ല. അപ്പൊ അവര് പറഞ്ഞു, ബാൻഡേജ് ചുറ്റി തരാം, ഒരു മാസം 1.5 മാസക്കാലം അതൊന്ന് ഇരുന്നോട്ടെ. ഞാനത് കേട്ടോ പേടി, 1.5 മാസക്കാലം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ ബാൻഡേജ്? ഞാൻ പറഞ്ഞു, ഒന്നും ചുറ്റണ്ട. നമ്മുടെ കൊല്ലത്ത് നമ്മുടെ സദർ ഡോക്ടർ വിളിച്ചു. അപ്പൊ പറഞ്ഞു, നേരെ ഇങ്ങ് പോരാൻ. എനിക്കറിയാം, നമ്മള് അവിടെ നിന്ന് ഓടി ഇവിടെ വരണമെങ്കിൽ വലിയ പാടാണ്. അപ്പൊ ആ കാലെല്ലാം നല്ല ഉയർത്തി വെച്ച് ആ വേദന മുഴുവൻ സഹിച്ചു. അത്രയും വേദന എനിക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൊല്ലത്ത് വന്നു, പക്ഷെ ഇറങ്ങി നടക്കാൻ പറ്റിയില്ല. വീൽ ചെയറിൽ ഇരുന്ന് ആശുപത്രിക്കകത്ത്.
പക്ഷെ ആ കാലിൽ ആർക്കും തൊടാൻ പറ്റാത്ത നിലയിലുള്ള വേദനയായിരുന്നു. അതുകൊണ്ട് തുടരുതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം മുഴുവൻ ഏതായാലും ഒരു മരുന്ന് നല്ലതുപോലെ അതിനകത്ത് ഇട്ട് നല്ല ചുറ്റി വെച്ചിരുന്നു. പിറ്റേന്നായപ്പോ ആ വേദന അങ്ങ് മാറി. അപ്പൊ ഡോക്ടർക്ക് കാല് പെട്ടെന്ന് പിടിച്ചിടുവാൻ സാധിച്ചു. ഒന്ന് നല്ലൊരു തിരിവൊക്കെ തിരിഞ്ഞ് കൈ രണ്ടും കൊണ്ട് ഒറ്റയടിക്ക് അത് പിടിച്ചിട്ടു. കാലിന് പിന്നെ വേദനയൊന്നുമില്ല. 2 ദിവസം 3 ദിവസം ഞാൻ അവിടെ കിടന്നു. വീണ്ടും നോക്കിയപ്പോൾ ഒരു ചെറിയ ഒരു പൊടി സൂചി കുത്തുന്ന പോലെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും കൂടെ അത് ശരിയാക്കിയപ്പോഴത്തേക്ക് പരിപൂർണമായിട്ട് ഒരു പ്രശ്നം. അത് ആയുർവേദത്തിന്റെ ഗുണമാണ്. അത് നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് ആശുപത്രിയിൽ നമുക്ക് ചെന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവര് ഇതുപോലെയല്ല പറഞ്ഞ രീതിയിൽ അവരും ചേർത്തല ആശുപത്രി ചെന്നപ്പോഴും ഇതുപോലുള്ള വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയി അവര് ബാൻഡേജ് ഇടാനാണ് നോക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ബാൻഡേജ് തൽക്കാലം ഇടണ്ട, ഞാൻ കൊല്ലത്ത് പോയി ഞങ്ങളുടെ ഡോക്ടറുണ്ട് നോക്കി കാണിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാണ്. ബാക്ക് പെയിൻ വന്ന് എനിക്ക് കട്ടിലിൽ നിന്ന് പൊങ്ങുവാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായി. ഈ വണ്ടിയെല്ലാം വെറുതെ എപ്പോഴും എടുക്കുന്നത് കൊണ്ടാണ്. നല്ല ഓട്ടമാണ്. പക്ഷെ അന്നും നമുക്കറിയാം നമ്മുടെ ജില്ലാ ആയുർവേദത്തിൽ പോയിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ നടത്തിയത്. അതിനൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഡോക്ടർ ഇരിപ്പുണ്ട്. നമ്മുടെ സന ഡോക്ടർ കൊല്ലത്തെ ഇരിപ്പുണ്ട്. ഇപ്പോഴും അത്യാവശ്യം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടിയെത്തുവാൻ നമുക്ക് അവിടെ കഴിയുന്നു. അത് ആയുർവേദത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഞാൻ പലപ്പോഴും പലരോടും ഞാൻ പറയും. ഞങ്ങളുടെ സഹമന്ത്രിമാർക്ക് ഉൾപ്പെടെ വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഉപദേശിക്കുന്നതിന് അവരും ചിലരൊക്കെ ആയുർവേദത്തിൽ പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം ഓടിയെത്തുന്ന ആയുർവേദം. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. അത് മറ്റു പല അസുഖത്തിനും കാരണമാകും എന്നുള്ളത് നല്ലതുപോലെ അറിയാം. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഹോമിയോ ഉപയോഗിച്ചിരുന്നു. കാരണം ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുവാൻ തോന്നാത്തത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലേക്ക്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ആരോഗ്യ മേഖല എടുക്കുമ്പോൾ ഈ 3 മേഖലയും ഒരുപോലെ പരിഗണിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് മുൻപ് ആയുർവേദവും ഞങ്ങളുടെ പരാതി തന്നിരുന്നു. നമ്മുടെ ഹോമിയോ വകുപ്പുകൾ നമ്മളോട് തന്നു. കാരണം അവരെ കൂടുതൽ ഗവൺമെന്റ് അടുപ്പിക്കില്ല. അവരെല്ലാം വരുന്നത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിച്ചുകൊണ്ട്, ആശുപത്രികളെ ആശ്രയിച്ചുകൊണ്ട് പലപ്പോഴും മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഈ എന്താണ് ഈ ക്ഷീരവികസന മേഖലകളിൽ പശുക്കൾക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടാകും. അതിന്റെ അകിട് വീക്കം, അതോടൊപ്പം തന്നെ കാലുകളിൽ ഉണ്ടാകുന്ന കുളമ്പ് രോഗം. ഇപ്പൊ അതിനൊക്കെ ആയുർവേദ മരുന്നുകൾ ഇപ്പൊ നല്ലതുപോലെ കൊടുക്കത്തക്ക നിലയിൽ ഞങ്ങളുടെ മലബാർ മേഖലയിലെ മെന്മ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പശുവിനെ അകിട് വീക്കം ഉണ്ടാകുമ്പോൾ ഒരു 10,000-2,500 രൂപയെങ്കിലും മിനിമം ഒരു പശുവിന് ചെലവഴിച്ചെങ്കിൽ മാത്രമേ അതിന്റെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കൂടി കിട്ടുള്ളൂ. പക്ഷെ ഈ മരുന്ന് ആയുർവേദത്തിന്റെ ഈ മരുന്ന് 100-300 രൂപയ്ക്കകത്ത് നമുക്ക് കൊടുത്താൽ ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് പൂർത്തിയാകുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് അതുകൊണ്ട് ഈ മേഖലകളിൽ നമ്മുടെ ഈ ക്ഷീരവികസന മേഖലകളിൽ ഞങ്ങൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു 6 ചികിത്സയ്ക്ക് വേണ്ടുന്ന മരുന്നുകൾ ഇപ്പോ ആയുർവേദ മേഖലയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകളാണ് ഇന്ന് ഞങ്ങൾ മൃഗങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ഇപ്പൊ നല്ലതുപോലെ ഓടി ഉൾപ്പെടെ നടക്കുവാൻ പറ്റാവുന്ന തരത്തിൽ എനിക്ക് മാറുവാൻ സാധിച്ചത് ആയുർവേദ ചികിത്സയാണ്. അത് നമുക്ക് കേരളത്തിൽ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ. ഇന്ന് വിദേശങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ആൾക്കാർ കേരളത്തിലെ ആയുർവേദത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി വരുന്നത് നമ്മൾ കാണുന്നില്ല. എത്രയോ ജില്ലകളിൽ, അത് കോട്ടയമായാലും മറ്റ് മലപ്പുറമാണെങ്കിലും നമ്മുടെ കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരത്ത് പല മേഖലകളിലും ഇന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ടതിന് വലിയ ബന്ധമാണ്. ടൂറിസം മേഖലകളിൽ ആയുർവേദം വളരെ പ്രാധാന്യം അർഹിച്ച് ഇന്ന് ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ ആ നിലയ്ക്ക് ആയുർവേദത്തിന് ഒരിക്കലും ഒരു പിന്നോക്കം പോകും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ എടുത്ത് പറയുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായാലും മറ്റ് ഉയർന്ന മേഖലകളിലുള്ള ആൾക്കാർ പലപ്പോഴും ട്രീറ്റ്മെന്റിന് എത്തുന്നത്, ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ മാറിയും തിരിഞ്ഞും വരുന്നത് കേരളത്തിലാണ്. അവരൊക്കെ ഒരു 2 ആഴ്ച കേരളത്തിൽ വന്ന് അവർ നല്ലതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി, അല്ലെങ്കിൽ 1 മാസക്കാലം നീണ്ടു നിന്ന ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി അവര് പിന്നോക്കം പോകുന്ന നമുക്ക് കാണുന്നുണ്ട്. അത് കേരളത്തിന്റെ ആയുർവേദ മേഖലകളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട്
നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലകളിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആരും പിന്നോക്കം പോകേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞങ്ങളുടെ വെറ്റിനറി ഡോക്ടർമാർ റിട്ടയർ ചെയ്ത വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു വലിയ കൺവെൻഷൻ കോവളത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ടു. അവർ കുടുംബസഹിതവും അല്ലാതെയൊക്കെ ആൾക്കാർ വന്നു. അവരുടെ കലാപരിപാടികളൊക്കെ നടപ്പിലാക്കുക. പക്ഷെ ഞങ്ങളുടെ മേഖലകളിൽ നടപ്പിലാക്കുന്ന നൂതന സംരംഭങ്ങൾ ഉൾപ്പെടെ ആ നൂതന മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നോക്കി കാണുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഒക്കെയാണ് അവരിന്നും വരുന്നത്. വെറ്റിനറി അസോസിയേഷൻ നമുക്കറിയാം, പുതുതായി ജയിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും വെറ്റിനറി ഡോക്ടർമാർക്ക് ചെയ്തു കൊടുക്കുന്ന, അവർക്ക് ട്രെയിനിങ് ഉൾപ്പെടെ കൊടുക്കുവാൻ ഒക്കെ സജ്ജമായി നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ 58 വയസ്സ് കഴിഞ്ഞാൽ നേരിട്ട് അവർ പോകുന്നത് വേറെയുമല്ല, അവർ വീട്ടിനകത്തൊന്നും ഇരിക്കില്ല. അവർക്ക് ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ആ വെറ്റിനറി ഡോക്ടർമാർക്ക് എന്നും കഴിയുന്നു. ഒരുപക്ഷെ സർവീസിൽ ഇരിക്കുന്നതിനേക്കായി നല്ലതുപോലെ ഒരു കോള് വന്നാൽ, ഒരു വ്യക്തി വിളിച്ചാൽ പശുക്കളെ നോക്കണമോ, നമ്മുടെ പെറ്റ് ആനിമൽസിനെ നോക്കണമോ, അവിടെ എല്ലാം അവർ ഓടിയെത്തുന്നു. അവർക്ക് അത്യാവശ്യം ശമ്പളം എന്ന് പറയുമ്പോൾ അവർ തന്നെ കൊടുക്കുന്ന നല്ല വേതനവും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അവർക്ക് വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വെറ്റിനറി ഡോക്ടർമാരെ സംബന്ധിച്ചിട്ടില്ല. അവരെല്ലാം വളരെ ആഹ്ലാദപൂർവമാണ് കുടുംബം ഒന്നിച്ച് കഴിയുവാനും ഇത്തരത്തിൽ വെറ്റിനറി മേഖലകളിൽ റിട്ടയർ ചെയ്തെങ്കിലും അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളുടെ തന്നെ ഈ വിഭാഗങ്ങളിൽ വെറ്റിനറിക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ അവർ ഓടിയെത്തുവാൻ. ഇപ്പൊ പെറ്റ് ഡോഗിന്റെ ഒക്കെ വിഷയം, നമ്മുടെ സ്ട്രീറ്റ് ഡോഗിന്റെ ഒക്കെ വിഷയം വളരെ സീരിയസ് ആണ് കേരളത്തിൽ. 90 വയസ്സ് 80 വയസ്സ് കുഞ്ഞുങ്ങളെയൊക്കെ കഴിഞ്ഞവരെ എല്ലാം ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾ അതിന് പരിഹാരമൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഒട്ടേറെ പ്രാവശ്യം ഞങ്ങൾ തദ്ദേശവുമായിട്ട് ഒരുമിച്ചിരുന്നു കൂടി. ഇപ്പം എന്താണ്, ചലിക്കുന്ന ചില വാഹനങ്ങൾ ഞങ്ങൾ കേരളത്തില് ABC സെന്ററൊന്നും തുടങ്ങുവാൻ നമ്മുടെ ജനങ്ങൾ സമ്മതിക്കില്ല. നായ്ക്കളെ ഇവിടെ കൊണ്ടുവരരുത്, ABC ചെയ്യരുത്, വന്ധീകരിക്കരുത്, ഞങ്ങളുടെ പ്രദേശത്ത് പറ്റില്ല എന്ന് ശക്തമായി പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ മറ്റൊരു വാഹനം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ, വലിയ ഗ്രൗണ്ടുകളിൽ ഈ ചലിക്കുന്ന വാഹനങ്ങൾ കൊണ്ടിട്ട് അതിനകത്ത് ABC അതൊക്കെ ചെയ്യണമെങ്കിൽ AC തിയേറ്ററുകളായിരിക്കണം. വാഹനത്തിൽ തന്നെ AC സജ്ജീകരിച്ച് ഇതിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ വന്ധീകരിച്ച് തൊട്ടടുത്ത് അതിനെ ഒരു 4-5 ദിവസം മാറ്റി പാർപ്പിക്കുവാനുള്ള ചെറിയ അഴികളും നിരത്തി നമ്മൾ ഒരു 20 എണ്ണത്തിന് ഇടത്തക്ക നിലയിൽ വെക്കും. അപ്പൊ അത് ഈ ഒഴിഞ്ഞ സ്ഥലത്തും കൊണ്ടിടാൻ പാടില്ല എന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ കോടതി അതിനകത്ത് ഇപ്പൊ ഇടപെടുന്നത് കൊണ്ട് ഇപ്പൊ അതിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതിപ്പോ കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞത്, ഒന്ന് നമ്മൾ തുടങ്ങുമ്പോൾ മറ്റൊരു വിഷയം ഇവിടെ ഉടലെടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കോടികൾ ചെലവഴിച്ച് നമ്മുടെ ജില്ലയിൽ വലിയ ഇത്തരത്തിലുള്ള ABC സെന്ററുകളും ഉണ്ട്. അവിടെ കൊണ്ടുവന്നിടുന്ന നായ്ക്കളൊന്ന് കുരച്ചാൽ അടുത്ത വീട്ടുകാർ പറയും ഇതിവിടെ നടക്കത്തില്ല, പട്ടികളുടെ കുര കാരണം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ അതാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാനാണ്. അവരുടെ സേവനവും ഇന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കിട്ടത്തക്ക നിലയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അവസരം കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഒട്ടേറെ പരിപാടികളുണ്ട്. നമ്മുടെ ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർമാർ അല്ലെങ്കിൽ ഡോക്ടർമാർ അവർ ഒട്ടേറെ വിഷയങ്ങൾ അവർ എടുത്ത് പറയുന്നുണ്ട്. പൊതുജനാരോഗ്യ ബില്ലിനെ സംബന്ധിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു നല്ലതുപോലെ നമ്മുടെ എല്ലാ ഡോക്ടർമാരും, ആയുർവേദത്തിന്റെയും ഹോമിയോയുടെയും ഒക്കെ ഡോക്ടർമാർ അവരുടെ വലിയ മെമ്മോറാണ്ടം ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആരോഗ്യ വകുപ്പിന് ഞങ്ങളത് കൈമാറിയിട്ടുണ്ട്. അത് നല്ലതുപോലെ അവരെ ഉൾപ്പെടെ പിടിച്ച് ഒരു ചർച്ച സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ മന്ത്രി ഒന്നുറപ്പിച്ച് പറഞ്ഞത് ഈ 3 മേഖലയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം, ഒരേപോലെ കൊണ്ടുപോകാം എന്ന ഉറപ്പാണ് അവിടെ തന്നിരിക്കുന്നത്. ഇല്ലാത്ത പഞ്ചായത്തുകളിൽ കൂടി നമുക്ക് പുതിയ പഞ്ചായത്തുകളിലെ മെമ്പർമാരൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് റവന്യൂ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പലയിടമുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മുടെ ആയുർവേദ ഡോക്ടർമാർ തന്നെ കണ്ടെത്തി കൊടുത്താൽ അവരൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അത് വേണ്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നമുക്ക് അവിടെയൊക്കെ കെട്ടിടങ്ങൾ കൊണ്ടുപോകാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. ഞങ്ങൾ പല സ്ഥലത്തും മണ്ഡലങ്ങളിലൊക്കെ സ്ഥലം ഏറ്റെടുത്തു. ചിലതൊക്കെ പഞ്ചായത്ത് തന്നെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അവിടെ എല്ലാം നമുക്കൊക്കെ ആയുർവേദ ആശുപത്രികളുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത്
നമുക്ക് തുടങ്ങുവാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളുടെ തന്നെ ആശുപത്രി ചെറിയ ആശുപത്രി പഞ്ചായത്തിലെ ആണെങ്കിലും അവിടെ തന്നെ ആൾക്കാരെ കിടത്തി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് പഞ്ചകർമ്മ അതുവരെ ചെയ്യുവാൻ തയ്യാറായ ഒരു ഡോക്ടർ അത് ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ മേടിച്ചു കൊടുക്കുവാൻ, അത് നമ്മുടെ കുമ്പളെന്ന് പറഞ്ഞ പഞ്ചായത്താണ്, അതൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു. അപ്പൊ ആ നിലയിലേക്ക് ഒരുപാട് ആൾക്കാർ അവിടെ വരികയാണ്. ഗ്രാമപ്രദേശങ്ങളാണ്, അവർക്കറിയാം ആയുർവേദത്തിന്റെ ഒരു മഹാത്മ്യം അവർക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് പൊതുജനാരോഗ്യ ബില്ലിലെ ആയുർവേദ വിഭാഗം തീർച്ചയായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിനോടൊപ്പം തന്നെ ഇവരും ഹോമിയോയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതൊക്കെ നമുക്ക് ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ വരുവാൻ, നിങ്ങളെയൊക്കെ കാണുവാൻ എനിക്കൊക്കെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള അറിയാം. പക്ഷെ അത്രയും കാര്യങ്ങൾ ഇന്നിപ്പോ കേട്ട് നിൽക്കുവാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി തരുവാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ തന്നെ അത് കൊടുക്കുവാനും വേണ്ടുന്ന സംവിധാനം ഒരുക്കുവാനും നമുക്ക് നോക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ 10ാമത് സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.